ഇപ്പോൾ കാണുന്നത് കൊല്ലം ജില്ലയിലെ മയ്യനാട് പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ഉമയനെല്ലൂർ വയലാണിത്. കൊല്ലം ജില്ലയിൽ തന്നെ വളരെ നാമമാത്രമായി കൃഷി നടത്തപ്പെടുന്ന ഒരു വയലാണിത്. വൈകുന്നേരങ്ങളിൽ ഇപ്പോൾ ഇവിടെ വലിയ തിരക്കാണ്. ഈ ന്യൂജനായിട്ടുള്ള പിള്ളേരാണ് ഇപ്പോൾ കൂടുതലും വരുന്നത്. നടക്കാൻ വരുന്നവരുണ്ട്, അതുപോലെ തന്നെ സന്ധ്യാസമയത്ത് ഇവിടെ വന്ന് കാറ്റുകൊള്ളാൻ വരുന്നവരുണ്ട്, അസ്തമയം കാണാൻ വരുന്നവരുണ്ട്. അങ്ങനെ ധാരാളം ആളുകളാണ് ഇപ്പോൾ ഇവിടെ വരുന്നത് വൈകുന്നേരങ്ങളിൽ. ഇപ്പോൾ 1-2 ചായ ബങ്കുകളുണ്ട്, അതുപോലെ തന്നെ സ്നാക്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിച്ച് ആസ്വദിച്ചിരുന്ന് കാറ്റുമൊക്കെ കൊണ്ട് ഇവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനായിട്ടാണ് ധാരാളം പേരെത്തുന്നത്. ഇപ്പോൾ ഇവിടെ നെൽകൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്, ഏതാണ്ട് വിളവെടുക്കാൻ പാകത്തിലായി നിൽക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ നല്ല ഗോൾഡൻ നിറത്തിലുള്ള വയലാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഇതൊരു വലിയ ടൂറിസ്റ്റ് സെൻ്ററായി തന്നെ മാറിയിരിക്കുകയാണ്. തദ്ദേശവാസികളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ കുറവാണ്. നല്ലൊരു റോഡാണ് ഈ വയലിൻ്റെ നടുക്കൂടെ പോകുന്നത്. ഇവിടെ റോഡിൻ്റെ ഇരുവശവും കിലോമീറ്ററോളം ഈ പനകളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഇപ്പം കുറേയൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. പക്ഷേ ഇത് ചെറിയ ചിലവിൽ ഇവിടെ നല്ല ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ കഴിയും. ഈ റോഡിൻ്റെ ഇരുവശത്തുള്ള കാട് കയറി കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ വെളുപ്പിച്ച് ഇൻ്റർലോക്കൊക്കെ പാകി ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ കുറേ മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് സൗകര്യപ്രദമായിരിക്കും. വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കാനുള്ള സൗകര്യമില്ല, അതാണ് മെയിൻ പ്രശ്നം. അപ്പോൾ ഈ ഇൻ്റർലോക്ക് പാകി റോഡിൻ്റെ ഇരുവശത്ത് ഇൻ്റർലോക്ക് പാകി ബെഞ്ചൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ വളരെ സൗകര്യപ്രദമായിരിക്കും. ഇപ്പോൾ ഈ പ്രദേശത്തിലെ ഒരു ഭംഗിയായിട്ടുള്ളത് ഈ പഞ്ചായത്തിൻ്റെ ഒരു പ്ലാസ്റ്റിക് കളക്ഷൻ യൂണിറ്റ് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആൾക്കാരൊക്കെ നിൽക്കുന്നതിൻ്റെ ഒത്ത മധ്യത്ത് തന്നെയാണ് ഇത് കൊണ്ടുവച്ചിരിക്കുന്നത്. പക്ഷേ ഇത് ദൂരോട്ട് എവിടെയെങ്കിലും മാറ്റി സ്ഥാപിക്കുന്ന വളരെ നന്നായിരിക്കും. അത് കാര്യം ഇത് വളരെ ഭംഗിയുടെ കാര്യം. വേസ്റ്റുകളൊക്കെ കൊണ്ടുവന്ന ആൾക്കാരിപ്പം അതിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ ഇതിനകത്ത് നിറച്ച് വേസ്റ്റായിരുന്നു, എന്തായാലും അത് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ചുറ്റുവട്ടത്തൊക്കെ വേസ്റ്റ് കൊണ്ടുവന്ന് ഇടുന്നുണ്ട്. അപ്പോൾ ഇത് മാറ്റി സ്ഥാപിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. അതുപോലെ ലൈറ്റിൻ്റെ കുറവുണ്ട്. അപ്പോൾ ലൈറ്റുമൊക്കെ സ്ഥാപിച്ച് ഒരു നല്ല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാക്കി മാറ്റിക്കഴിഞ്ഞാൽ ധാരാളം ആളുകൾ വരികയും ചെയ്യും. അത് ആൾക്കാർക്ക് വളരെ പ്രയോജനമായിട്ട് ഇരിക്കുകയും ചെയ്യും. പഞ്ചായത്തിൻ്റെ നിലയിൽ വലിയ പൈസ ചിലവില്ലാതെ ചെയ്യാവുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ ഇത് ടൂറിസ്റ്റ് പ്ലേസായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം ഭാവിയിൽ ഡെവലപ്മെൻറ്റൊക്കെ വരുമെന്നാണ് തോന്നുന്നത്. പഞ്ചായത്ത് അധികൃതർ വിചാരിച്ചാൽ ഇത് നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാക്കി മാറ്റാമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഇത് അവർ ഏറ്റെടുത്ത് ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.